ഷാബാൻ മാസം എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഭാഗത്തിൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ വേഗം ഓർമ്മ വരുന്നൊരു ഒരു കാര്യമുണ്ട്. അതെന്താ? ബറാത്ത് നോമ്പ് ഓർമ്മ വരും. അതെന്താ സംഭവം ശരിക്ക്? അതായത് ഷാബാൻ 15 ഒരു പ്രത്യേക നോമ്പ്, അന്ന് രാത്രി പ്രത്യേക ഒരു നിസ്കാരം, ഇതെല്ലാവർക്കും ഓർമ്മ വരും. പല ആളുകൾക്ക് ഓർമ്മ വരും, ഭൂരിപക്ഷം ആളുകൾക്ക് ഓർമ്മ വരും. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നോമ്പില്ല. അത് ബിദ്അത്താണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അതിനെക്കുറിച്ചാണ് ആളുകൾക്ക് വലിയ ആവേശം ഉണ്ടാകാറുള്ളത്. ഇനി ആരെങ്കിലും ആ നോമ്പ് എടുക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവനെ എന്തോ ഒരു സുന്നത്തില്ലാത്തവനും സുന്നത്ത് ഇഷ്ടപ്പെടാത്തവനും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യാറുള്ളത്. എന്നാൽ ഈ ഷാബാൻ മാസത്തിൽ തന്നെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി, ഷാബാനിന്റെ പുണ്യത്തിനെ പറ്റി പറഞ്ഞതുണ്ട്. അതിനെക്കുറിച്ച് പലർക്കും ഒരു ധാരണയൊട്ടുണ്ടാവില്ല. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അൻ ഉസാമത്ത് ബിൻ സെയ്ദ് ഖാല ഖുൽതു യാ റസൂലല്ലാഹ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു, ലം അറക തസൂമു ശഹ്റൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാർ, പ്രവാചകരെ, മറ്റു മാസങ്ങളെക്കാളും ഷാബാൻ മാസത്തിൽ താങ്കൾ നോമ്പ് കൂടുതലായി നോൽക്കുന്നുണ്ടല്ലോ, എന്നാൽ അതേപോലെ മറ്റു മാസങ്ങളിൽ ഞാനത് കാണാറില്ല. കൂടുതൽ നോമ്പ് നോൽക്കാറുള്ളത് ഷാബാൻ മാസത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ദാലിക ശഹ്റുൻ, അതൊരു മാസമാണ്. എന്താ മാസത്തിന്റെ പ്രത്യേകത? യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റമളാനിന്റെയും റജബിന്റെയും ഇടയിൽപ്പെട്ട് ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാകുന്നു ഏത്? ഈ ഷാബാൻ മാസം എന്ന് പറയുന്നത്. കാരണം റജബ് എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒരു മാസമാണ്. യുദ്ധമൊന്നും പാടില്ലാത്ത മാസമാണ്. അതുകൊണ്ട് അറബികൾക്കിടയിൽ ആ മാസത്തെ ഒന്ന് പ്രത്യേകം അവർക്ക് ഒരു ഓർമ്മ ഉണ്ടാവും, യുദ്ധം പാടില്ല എന്നുള്ളതുകൊണ്ട്. അതേപോലെ റമദാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്, വലിയ മഹത്വമുള്ള ഒരു മാസവുമാണ്. ഇതിന് രണ്ടിന്റെയും ഇടയിൽ പെട്ടുപോകുന്ന, അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാകുന്നു ഷാബാൻ മാസം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഹുവ ശഹ്റുൻ, ആ മാസത്തിന്റെ പ്രത്യേകത എന്താ? തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ മുഴുവനും ഉയർത്തപ്പെടുന്ന മാസമാകുന്നു യഥാർത്ഥത്തിൽ ഷഅബാൻ മാസം. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി, അതുകൊണ്ട് എൻ്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വഅന സ്വായിമുൻ, അതുകൊണ്ട് ഞാൻ ഈ ഷഅബാൻ മാസത്തിൽ എന്ത് ചെയ്യും? ധാരാളമായി ഞാൻ നോമ്പ് നോൽക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി. അപ്പൊ എന്ത് മനസ്സിലായി? ഷഅബാൻ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഷഅബാൻ 15 നോമ്പല്ല, മറിച്ച് ആ മാസത്തിൽ പരമാവധി നോമ്പ് നോൽക്കുമായിരുന്നു എന്നാണ്. നോക്കൂ, നിങ്ങൾ ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, വമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സുയാമ ശഹരി ഖത്തു ഇല്ല റമളാൻ. റമളാനിലല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാസം മുഴുവൻ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ വമാ റഅയ്തുഹു ഫി ശഹരി അക്സറ മിൻഹു സിയാമൻ ഫി ശഅബാൻ. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്ന മാസം ഏതാണ്? ശഅബാൻ മാസമായിരുന്നു. എന്നാൽ എല്ലാ ദിവസവും നോമ്പ് നോൽക്കൽ എവിടെ മാത്രമേ ഉള്ളൂ? റമളാനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പരമാവധി നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിൽ വർദ്ധിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ വിവരം എത്ര ആൾക്കറിയും? എന്താ ഞാൻ ചോദിക്കണത്? ഈ വിവരം നമ്മുടെ സമുദായത്തിൽ എത്ര പേർക്ക് അറിയാം? ഷഅബാൻ എന്ന് പറഞ്ഞാൽ 15 നോമ്പുണ്ട്, അത് ബറാത്ത് നോമ്പാണ്, അതിന് വലിയ പുണ്യാണ് എന്നറിയാം. യഥാർത്ഥത്തിൽ അത് ബിദ്അത്താണ്. എന്നാൽ ഉള്ള നോമ്പുണ്ട്, ആ നോമ്പ് ഏതാ? അത് പരമാവധി കഴിയുന്നിടത്തോളം നോക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു വിവരം പലപ്പോഴും സമുദായത്തിന്റെ അടുക്ക് ഇല്ല എന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താ? അവർക്ക് ഒരുപാട് നോമ്പ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നഷ്ടപ്പെടാൻ ഏറെ സാധ്യതയുള്ള ആളുകളാണ്. അതുകൊണ്ട് ആയിഷ ബീവിയുടെ ഒരു ചര്യയുണ്ട്. ആയിഷ നോക്കൂ, നിങ്ങൾ തഖൂലു, അവർ പറയാണ്, കാന യകൂനു അലയ്യ സ്വൗമു മിനർ റമളാൻ. റമളാനിൽ നിന്ന് എന്നിൽ ബാക്കിയാകുന്ന നോമ്പുകള് ഫല അസ്തതിഉ അൻ അഫ്അഖ്ലി ഇല്ലാ ഫി ശഅബാൻ. ഞാൻ ശഅബാനിലല്ലാതെ വീട്ടാറുണ്ടായിരുന്നില്ല എന്നാണ്. അഥവാ ശഅബാൻ മാസത്തിൽ ആയിഷ ബീവി കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ നോറ്റ് വീട്ടാനും കൂടി അത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, റമദാൻ വരാൻ പോവുകയാണ്, റമദാനിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് ഈ ഷഅബാൻ മാസത്തിൽ ആ നിയ്യത്ത് കൂടി ഉണ്ടായിക്കൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ നോമ്പ് അവർ നോറ്റ് വീട്ടേണ്ടതുണ്ട്. സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഈ മാസത്തിൽ നോമ്പ് നോൽക്കാൻ കഴിയുമോ അത് നോൽക്കണമെന്നാണ്. എന്നാൽ പിശാചാകട്ടെ ഷഅബാനിൽ ദീനിലില്ലാത്തത് ചെയ്യിപ്പിക്കുന്നു എന്നതാണ്. അതിനൊരു ജാഗ്രത നമുക്ക് വേണ്ടതുണ്ട്. ഷഅബാൻ 15 പ്രത്യേകമായൊരു നോമ്പ് നിസ്കാരം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ചില ഹദീസുകൾ പ്രചരിപ്പിക്കാറുണ്ട്. അതിലൊരു ഹദീസ് ഇങ്ങനെയാണ്, ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. അതായത് ഈ ശഅബാനിന്റെ പകുതിയിൽ ഒരു രാവുണ്ട്, അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് നിങ്ങൾ നമസ്കരിക്കണം, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയും വേണം. ഈ ഹദീസ് ളഈഫാണ്, അത് കെട്ടിച്ചമച്ചതാണ് എന്ന് പണ്ഡിതന്മാരെല്ലാവരും നമ്മളെ ഓർമ്മപ്പെടുത്തിയതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആ ശഅബാൻ 15 രാത്രിയെ പറ്റി ഒരു പ്രത്യേകത ഹദീസിൽ വന്നിട്ടുണ്ട്, അതും നമ്മൾ ഇതിന്റെ കൂടെ അറിയേണ്ടതുണ്ട്. അതെന്താ? അൻ നബി മൂസൽ അശ്അരിയു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ
ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ ആ പകുതിയാവുമ്പോൾ പിന്നെ അല്ലാഹു ഇറങ്ങി വരും. എന്നിട്ടോ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എല്ലാ പിന്നെ സൃഷ്ടികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ആർക്കൊഴിച്ച്? ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിനിൻ, മുശിരിക്കിനും പുറത്തു കൊടുക്കൂല, മുഷാഹിനും പുറത്തു കൊടുക്കൂല എന്നാണ്. മുശിരിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആൾക്കാർ, അവർക്ക് പുറത്തു കൊടുക്കൂല. പിന്നെ മുഷാഹിന്, ആരാ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ? അൽ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ഹുവ അൽ മആദി, ശത്രുതയും പകയും, മറ്റൊരാളെ കുറിച്ച് ശത്രുതയും പകയും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണ് മുഷാഹിൻ എന്ന് പറയാ. ഇവിടെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ശിർക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. രണ്ടാമത്തത്, ആരോടെങ്കിലും ശത്രുതയും പകയും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. എങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു മഹത്വം ഈ മാസത്തിലുണ്ട്. അതെന്താ? ശഅബാനിന്റെ പകുതിയിലുള്ള രാത്രിയിൽ അള്ളാഹു ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാത്തവർക്കൊക്കെ പുറത്തു കൊടുക്കും എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു പുണ്യമുണ്ട്. പക്ഷെ ആ ദിവസം പ്രത്യേകമായൊരു നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല, അന്നിന്റെ പകലിൽ ഒരു പ്രത്യേകമായൊരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. ഇത് വേർതിരിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനാ ക്ഷമ വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഇസ്ലാമിലുള്ളത് ഏതാണെന്ന് പഠിച്ചറിയാനും ഇല്ലാത്തത് ഏതാണെന്ന് തിരിച്ചറിയാനും എന്നിട്ട് ഉള്ളത് അനുഷ്ഠിക്കാനും ഇല്ലാത്തത് ഒഴിവാക്കാനുമുള്ള ഒരു ആ ക്ഷമയുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ബറാത്ത് എന്ന പേരിൽ ശഅബാൻ 15 എടുക്കുന്ന നോമ്പ് ബിദ്അത്താണ് എന്ന കാര്യം എല്ലാ പണ്ഡിതന്മാരും കൃത്യമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്ന ഹദീസുകൾ മുഴുവനും ദുർബലമാണ്, അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ശഅബാൻ മാസത്തിന്റെ ഭൂരിഭാഗവും നോമ്പെടുക്കൽ പ്രവാചക ചര്യയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ എല്ലാ ഹിജറ മാസത്തിലും 13, 14, 15 ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലെയും തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലെ നോമ്പ് പ്രത്യേകം സുന്നത്താകുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമാണ്. അതേപോലെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒന്നിടവിട്ട നോമ്പും നമ്മൾ ചര്യയാക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്ത് മനസ്സിലായി? മാത്രം നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് നോറ്റിരുന്നു എന്നും പറയുന്നു. അപ്പൊ എന്താ ഇതിനകത്തൊക്കെ ഒരു വിശ്വാസം എടുക്കേണ്ടത്? ശഅബാനിൽ നമുക്ക് പരമാവധി നോമ്പ് നോൽക്കാം. എന്നാൽ ഇവയിൽ ഏതെങ്കിലും നോമ്പ് ശഅബാൻ 15 വന്നാൽ അത് ബിദ്അത്തിന്റെ ഗണത്തിൽ വരൂല. അത് തിരിച്ചറിയണം. അപ്പൊ നമ്മൾ നോൽക്കുന്ന തിങ്കൾ, വ്യാഴം നോമ്പ്, അല്ലെങ്കിൽ 13, 14, 15 നോമ്പ്, അല്ലെങ്കിൽ ഒരാൾ ഒന്നിടവിട്ടുകൊണ്ട് ഈ ശഅബാനിൽ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു നോമ്പ് എന്തിൽ വരാം? 15 വരാം. അങ്ങനെ ഒരാൾക്ക് നോമ്പ് 15 വന്നാൽ അത് ബിദ്അത്താണെന്ന് ആരും ഇവിടെ പറയുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ നോമ്പൊന്നുമില്ലാതെ 15 മാത്രം ഒരു പുണ്യം കൽപ്പിച്ച് അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന് വലിയ മഹത്വമുണ്ട് എന്ന് ദുർബലമായ ഹദീസുകൾ കൊണ്ടുവന്ന് ചെയ്യുന്ന നോമ്പിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മാസത്തിലും നമ്മൾ ഇസ്ലാമിലുള്ളത് ഏതാണ്, ഇസ്ലാമിൽ ഇല്ലാത്തത് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ കാര്യം ചെയ്യേണ്ടത്. ശഅബാൻ 15 പ്രത്യേകമായി നോൽക്കുന്നതിനെയാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്. മറ്റെന്നാൽ ശഅബാൻ മാസത്തിൽ പരമാവധി നോമ്പ് നോൽക്കുക എന്നത് ഈ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നിരിക്കുന്ന കാര്യമാകുന്നു. അപ്പൊ ശഅബാൻ 15 രാവിലെ ഒരു നിസ്കാരത്തെ കുറിച്ച് ഒരു ഹദീസ് പറയാറുണ്ട്. യാ അലി മൻ സ്വല്ല ലൈലത്തൻ നിസ്ഫി മിഅത്ത റകഅത്തിൻ ബിഅൽഫിൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഖലല്ലാഹു ലഹു കുല്ല ഹാജത്തിൻ ത്വലബഹാ തിൽക്കൽ ലൈല എന്ന്. ഈ ഹദീസ് ദുർബലമാണ്. ഒരിക്കലും ഇത് വെച്ചുകൊണ്ട് നമ്മൾ അമൽ ചെയ്യാൻ പാടില്ല. അതായത് ആരെങ്കിലും ഈ ശഅബാനിന്റെ പകുതിയിൽ 1000 റകഅത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കൊണ്ട് നിസ്കരിച്ചാൽ ഖലല്ലാഹു ലഹു കുല്ല ഹാജത്തിൻ ത്വലബഹാ തിൽക്കൽ ലൈല, അന്ന് അവന്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിർവഹിച്ചു കൊടുക്കും എന്ന് ഒരു ഹദീസ് പറയാറുണ്ട്. ഇത് ദുർബലമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു ഹദീസ് എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതിനാണ് സ്വലാത്തുൽ അൽഫിയ എന്ന പേരിൽ ഒരു പ്രത്യേക നിസ്കാരം തന്നെ കാണാറുണ്ട്. അതേപോലെ തന്നെ സ്വലാത്തുർ റആയിബ് എന്ന നമസ്കാരം റജബ് മാസത്തിൽ കാണാറുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഇമാം നവവി പറഞ്ഞത് വഹാത്താനി സ്വലാത്താനി, ആ 2 നമസ്കാരങ്ങളും ബിദ്അത്താനി, അത് ബിദ്അത്താകുന്നു. വമുൻകറാതി വഖബീഹത്താനി, അത് 2 തിന്മയും മ്ലേച്ഛമായ കാര്യങ്ങളുമാകുന്നു എന്ന് പണ്ഡിതന്മാരൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇല്ലാത്തത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്, എന്നാൽ ഉള്ളത് ചെയ്യണം. അപ്പോ ഈ നമസ്കാരത്തെ കുറിച്ച് അബൂ ശാമ റഹ്മഹുല്ലാ പറഞ്ഞത് വസയ്യന ശയാതീനു ലഹും ജഅലഹാ മിൻ അജലിൻ ശആഇരിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ശറഇൽ പെട്ടതാണെന്ന് പിശാച് ഇവർക്ക് ഇതിൽ തോന്നിപ്പിക്കുകയാണ് എന്നാണ്. അതായത് ഇതൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണെന്ന് ശൈത്താൻ മനുഷ്യന്മാരെ കൊണ്ട് തോന്നിപ്പിച്ച് ചെയ്യിപ്പിക്കുകയാണ്
എന്ന് കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾ ഈ ദിവസത്തിനെ അത് ഖുർആൻ ഇറങ്ങിയ ദിവസമാണ് ശഅബാൻ 15 എന്ന് വരെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയാറുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ എന്ന 44-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നത് ഇതാ ഈ രാത്രിയിലാകുന്നു എന്ന് അത് ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഖുർആൻ ഇറങ്ങി എന്ന് വരെ പറയാറുണ്ട്. എന്നാൽ അത് ആയത്തുകൾക്ക് തന്നെ എതിരാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയമായും ലൈലത്തുൽ ഖദറിന്റെ രാവിലാകുന്നു അത് ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇത്ര വ്യക്തമായി വിശുദ്ധ റമദാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്ന ആയത്തുണ്ടായിട്ടും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഖുർആൻ വരെ ഇറങ്ങിയത് ശഅബാൻ 15. എന്തിനാ? ഇല്ലാത്തത് ആളുകൾക്ക് തോന്നാൻ വേണ്ടി, അന്നൊരു അമല് ചെയ്യിപ്പിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉള്ളതേ ചെയ്യാവൂ. ഇല്ലാത്തത് ചെയ്താൽ അതിന്റെ വിധി എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കാര്യത്തിൽ ഇല്ലാത്തത് ആരെങ്കിലും ചെയ്താൽ അത് മുഴുവനും തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലേക്കുള്ളതാണ് എന്ന്. അപ്പൊ എന്തിനാ നമ്മൾ നോമ്പ് നോറ്റിങ്ങാണ്ട് നരകത്ത് പോകേണ്ട കാര്യം എന്താ? അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് നിങ്ങൾക്ക് സുന്നത്തില്ല, നിങ്ങൾ സുന്നത്തിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് എന്ന ന്യായമാണ് പറയാം. ഞാൻ എന്താ ഈ മാസത്തെ പറ്റി പറഞ്ഞത്? ഒരു നോമ്പല്ല നിങ്ങൾ നോൽക്കേണ്ടത്, പരമാവധി നോമ്പ് നോൽക്കണം എന്നാ പറഞ്ഞത്. തിങ്കളും വ്യാഴം നോൽക്കണം എന്നാ പറഞ്ഞത്. 13, 14, 15 നോൽക്കണം എന്നാ പറഞ്ഞത്. ദാവൂദ് നബിയുടെ നോമ്പ് ശീലമാക്കണം എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നോറ്റിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ 15 നിങ്ങൾ പ്രത്യേകമായൊരു നോമ്പില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ സുന്നത്തിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരായി മാറുക? അപ്പൊ ഇത് നമ്മൾ കൃത്യമായി ശൈത്താൻ നമ്മളെ വഴിതെറ്റിപ്പിക്കുകയാണ്. ഇല്ലാത്തത് ചെയ്യുമ്പോൾ ശൈത്താന് വലിയ ആവേശമാണ്. ഈ പറഞ്ഞ നോമ്പൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. ഇതൊന്നും എടുക്കാത്ത ആൾക്കാരാണ് കൊല്ലത്തിൽ ഈ മിറാജ് നോമ്പും ബറാത്ത് നോമ്പും വലിയ സംഭവമായിട്ട് എടുക്കാൻ വരാറുള്ളത്. എന്നാൽ ഇതൊന്നും ഒച്ചപ്പാടില്ലാതെ ചെയ്ത് നടക്കണേ ഈ തിങ്കളും വ്യാഴം നോമ്പും അതുപോലെ അയ്യാമുൽ ബീദിന്റെ നോമ്പും മറ്റു സുന്നത്ത് നോമ്പും ഒക്കെ ഇഷ്ടം പോലെ ചെയ്യണ ഒരുപാട് ആളുകളുണ്ട്. അവരാതും പെരുമ്പറ അടിക്കാറൊന്നുമില്ല, പറയാറില്ല. പക്ഷെ ഈ 2 നോമ്പിനെ പറ്റി വലിയ സംഭവമാക്കി പറയാറുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ക്ഷമ എന്ന് പറഞ്ഞാൽ ഉള്ളത് ചെയ്യാനും ഇല്ലാത്തത് ചെയ്യാതിരിക്കുവാനുമുള്ള ജാഗ്രത നമുക്കുണ്ടാകണം.